ചാർലി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നിരവധി വിഷയങ്ങളുണ്ട്, വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, അടക്കമുള്ള പല വിഷയങ്ങളുണ്ട്. മലയോര കർഷകരുടെ വിഷയമുണ്ട്, നഗരസഭകളുടെ വികസനമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ന് സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന് പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയമാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പൊതുവായ ഒരു ധാരണ കേരളത്തിലെ പൊതുസമൂഹത്തിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഈ വിഷയം പത്രമാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകൾ വഴി കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് എത്തിയപ്പോൾ, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ യാതൊരു വിശദീകരണവും ചോദിക്കാതെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി, പാർലമെൻ്ററി പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു മറുപടി പറയുക എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്തെങ്കിൽ ആ യോഗത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു. പക്ഷേ MLA ഉണ്ടല്ലോ, MLA അദ്ദേഹമുണ്ട്. ഒരു പൊതു തെരഞ്ഞെടുപ്പിലൂടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് പൊതുസമൂഹം വോട്ടുകൾ ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ നീക്കം ചെയ്യുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടേണ്ടത് ആ പൊതുജനം തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മത്സരിച്ചത് ഏത് ചിഹ്നത്തിലാണ്? അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിച്ചത്. അത് കോൺഗ്രസ് പാർട്ടി UDF സ്ഥാനാർത്ഥിയായിരുന്നു. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ നിയമപരമായി നേരിടുന്നതിന് അദ്ദേഹം തയ്യാറായിക്കൊള്ളട്ടെ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വ്യക്തമായ ധാരണയുണ്ട്. അദ്ദേഹം ഓഫീസ് പൂട്ടി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ആയിക്കോട്ടെ. നിങ്ങൾ തന്നെ ആ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പും ഈ സമയങ്ങളിലും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരു ധാരണയുണ്ട്. ആ ധാരണ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ തയ്യാറല്ല. പക്ഷേ അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ നിയമപരമായി അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ നിയമപരമായിട്ട് ലഭിക്കട്ടെ. കോൺഗ്രസ് പാർട്ടി പറഞ്ഞാലും ഇല്ലെങ്കിലും നടക്കും. കാരണം ഒരു റൂൾ ഓഫ് ലോ ഉള്ള നാട്ടിൽ അത് നടക്കും. പക്ഷേ ആ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിവരങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞത്. കോൺഗ്രസ്സുകാരനായിരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചു എന്നത്, മോഹിപ്പിച്ച് ഗർഭിണിയാക്കി എന്നത്, അതിനുശേഷം ആ കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞു എന്നത്, അത് ഓഡിയോ സഹിതം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദത്തിൽ പുറത്തെത്തുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട നിലപാട് ഇതാണോ? കോൺഗ്രസ് പാർട്ടി ഇത്തരം വിഷയങ്ങളിൽ എടുക്കേണ്ട സമീപനം ഇത് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ വ്യക്തമായൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിനെ വീണ്ടും നിങ്ങൾ റേസ് ചെയ്യുകയും പെൺകുട്ടി കരഞ്ഞു, പെൺകുട്ടിയുടെ ഗർഭം കലക്കാൻ ശ്രമിച്ചു, പെൺകുട്ടി വാവിട്ട് കരയുന്നു, ഇത്തരം കാര്യങ്ങൾ അല്ലല്ല, അസ്വസ്ഥതയല്ല. നിങ്ങൾ പറയുന്നത് അവധാനതയോട് കേട്ടുകൊണ്ടുവന്നിട്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്ത കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. കോൺഗ്രസ് പാർട്ടിക്ക് എടുക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും ആ വിഷയത്തിൽ എടുത്തു കഴിഞ്ഞു. ഇനി നിയമപരമായി നടക്കേണ്ട കാര്യങ്ങൾ നടക്കട്ടെ. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നതിനോ സംരക്ഷിക്കുന്നതിനോ അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് പറയുന്നതിനോ ഞങ്ങൾ തയ്യാറല്ല.